ഹലോ ഹായ് കൂട്ടുകാരെ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റവ ഉപ്മാവ്. അതുകൊണ്ട് തിരക്കുള്ള ദിവസങ്ങളിലും എന്തെങ്കിലും പരിപാടിയുള്ള ദിവസങ്ങളിലും എങ്ങോട്ടെങ്കിലുമൊക്കെ ധൃതിക്ക് പോകേണ്ട ദിവസങ്ങളിലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു ഐറ്റം റവ ഉപ്മാവ് തന്നെയായിരിക്കും. എപ്പോഴും ഇത് കഴിച്ച് മടുത്തു എന്നുള്ളവരുടെ പരാതിയൊക്കെ മാറ്റാൻ വേണ്ടി അപ്പം ഞാൻ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ടേസ്റ്റിൽ ഇഷ്ടത്തോടും കൂടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. ഇതിലെല്ലാ ഐറ്റംസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ ഉപ്മാവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് പയറും ക്യാരറ്റും ക്യാപ്സിക്കം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയുള്ളി, വലിയ 2 ചെറിയുള്ളി എടുത്ത് അരിഞ്ഞേക്കാം. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഈ ബൗൾ കണ്ടോ, ഈ ബൗളിന് 2 ബൗള് റവയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ബൗൾ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ റവ ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്ന ആ ഒരു വറവ് മതി കേട്ടോ. ഇപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ റവ വലിയ ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞൊന്നും പോകാതെ നല്ലൊരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത്. ആദ്യം എനിക്കിങ്ങനെ റവ ഉപ്മാവ് ഇഷ്ടമൊന്നുമല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കൽ വളരെ കുറവ് തന്നെയാണ്. പിന്നെ റവ ഉപ്മാവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നത് കൊണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം ഏതാണെന്നാണല്ലോ നമ്മൾ ആദ്യം നോക്കുക. അങ്ങനെ പെട്ടെന്ന് ഇതുണ്ടാക്കും. പക്ഷേ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർക്ക് എങ്ങനെ ടേസ്റ്റി കഴിക്കാം എന്ന ഒരു ഇതിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാപ്സിക്കും വെജിറ്റബിൾസ് മക്കളുടെ വയറ്റിലെത്തിക്കുക ഇതൊക്കെ തന്നെയാണ് മാർഗം. പക്ഷേ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയാണെന്ന് തോന്നി. പിന്നീട് ഈ റെസിപ്പി ആയിട്ട് പിന്നെ എപ്പോഴും റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്യാറ്. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി റവയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി വീണ്ടും നമുക്ക് ആ ചട്ടി തന്നെ വെച്ചു. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ടോ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്നാണ് കേട്ടോ. ഇതാ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. തീ ഒന്ന് സിമ്മിലാക്കി ഉഴുന്നിട്ട് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് നവ്യ ഉപ്പുമാവ് ഉണ്ടാക്കിയവരുണ്ടാക്കരുത് കേട്ടോ. കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും ഇതൊന്നും ഇടാതെ നേരിട്ട് കൊണ്ടുപോയി വെള്ളം ഒഴിക്കരുത്, പൊട്ടിത്തെറിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരോടാണ്, ഉണ്ടാക്കിയ അമ്മമാർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് അടുക്കള കയറുന്നവർ അവർക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണയാണ്, വെള്ളമാണ്, നല്ല ചൂടായി നിൽക്കുകയാണ് ചട്ടി, പൊട്ടിത്തെറിക്കും. ആകെ അരക്കൊടുക്കാവും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വാട്ടി.
ഉഴുന്നിട്ട് കൊടുത്ത് റവ്പ്പാവ് ഉണ്ടാക്കി നോക്കിക്കോ. അതേപോലെ ഗോതമ്പ് ഉപ്പാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും കമന്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടിലുള്ള കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ള് വാടിയ പോര, ഒന്ന് നിറം മാറി കിട്ടണം, എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും. റവ ഉപ്മാവിൻ്റെ ഒക്കെ വെറൈറ്റി ടേസ്റ്റ്. എപ്പോഴും റവ ഉപ്മാവിനൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും, ഒരേ രീതിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുക. പക്ഷെ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി മാറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കി ആ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ടു കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഈ ക്യാപ്സിക്കം ഉഴുന്നിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പുമാവിന് വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്താലും ഉഴുന്ന് എന്തായാലും ഇട്ട് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതേ ഇട്ട് കൊടുത്തുണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റ് രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഏതാ ടേസ്റ്റ് നിങ്ങളൊന്ന് പറയണേ. മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ചെയ്യില്ലേ, അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അതിന്. നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കേണ്ട ഒരു ഐറ്റാണ് മഞ്ഞൾപ്പൊടി. വേപ്പിലിടാൻ മറന്നു. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം വേപ്പിൻ്റെ ഇലയും കൂടി. വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടെ ഈ സമയത്ത്. ഞാൻ കുട്ടികളും കൂടെ ഉള്ളത് കൊണ്ട് എരിവ് കൂടുണ്ടല്ലോ എന്ന് ഓർത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാതെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. രണ്ട് ബൗള് റവയല്ല എടുത്തത്, അപ്പം 4 ബൗള് വെള്ളം ഒഴിച്ചു. രണ്ട് ബൗള് റവയ്ക്ക് നമ്മൾ 4 ബൗള് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒന്ന് റെഡിയാക്കട്ടെ.
ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇളക്കരുത് കേട്ടോ. ഇട്ട ശേഷം മാത്രം ഒന്ന് ഇതാക്കി കൊടുക്കുക, വെള്ളം മേലേക്കാക്കി കൊടുക്കുക. ഉള്ളു വെന്ത് വന്ന ശേഷം മാത്രം ഒറ്റയടിക്ക് കുഴച്ചിളക്കരുത്. ഫുള്ള് ഇട്ട് കൊടുത്ത് വെള്ളം മേലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് വെന്ത ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. നമ്മളെന്തെങ്കിലും പാത്രത്തേക്ക് തട്ടി കൂട്ടിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 മിനിറ്റിന് ശേഷം ഒന്ന് നല്ല ഇളക്കി എല്ലാ ഭാഗത്തേക്കും വെള്ളമാക്കാം. അപ്പോൾ കറക്റ്റ് വെള്ളമായി കിട്ടും. ഇടുന്ന വഴി ഇളക്കി കഴിഞ്ഞാൽ ഇടുന്ന റവ ആദ്യം കുടിക്കും, ബാക്കി വെള്ളം അങ്ങനെ നിൽക്കും കേട്ടോ. കണ്ടോ, നമ്മുടെ റവയിൽ എല്ലാ ഭാഗത്തും കറക്റ്റ് വെള്ളം പിടിച്ച്, വെള്ളം കൂടിയൊന്നുമില്ല, കറക്റ്റ് വെള്ളമാണ്. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കുക. ചില റവയ്ക്ക് വേവിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഒരു ബൗൾ കുറച്ചൊഴിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ അതങ്ങ് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇനിയിപ്പം നല്ല വേവുള്ള റവയാണെങ്കിൽ ഒരു ഇത്തിരി കൂട്ടി ഒഴിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കരുത്. റവ ഇട്ട ശേഷം ഇതുപോലെ ഒരു 2 മിനിറ്റ് വെച്ച ശേഷം വെള്ളം നല്ല വലിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെറ്റായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടും, കട്ടയൊന്നും പിടിക്കാതെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ തട്ടിപ്പൊത്തി അങ്ങ് വെക്കുക. നല്ലപോലെ ഇളക്കി എല്ലായിടത്തും വെള്ളമൊക്കെ കഴിഞ്ഞാൽ റവയിലേക്ക് വെള്ളം എല്ലാ സ്ഥലത്തും പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 മിനിറ്റ് റെഡിയാക്കിയിട്ട് ഞാൻ ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി എടുക്കുമ്പോൾ കറക്റ്റ് വെള്ളവും കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇടുന്ന വഴി റവ അതിലേക്ക് ഇടുന്ന വഴി ഇളക്കി കൊടുക്കരുത്. ഇട്ട് എല്ലായിടത്തേക്കും വെള്ളം നല്ല പോലെ കുടിച്ച് റവ വെന്ത് വന്ന ശേഷം കുറച്ച് ഇളക്കി കൊടുക്കണം. ഒറ്റയടിക്ക് കുത്തി മറിച്ച് ഇളക്കരുത് കേട്ടോ. എന്നാൽ മാത്രമുള്ളൂ കറക്റ്റ് ആ റവ വെള്ളമൊക്കെ കുടിച്ച് നല്ല പാകത്തിനാക്കിയിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യണേ. നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് നല്ല കട്ടയായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ കുത്തി ഉടച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല പാകത്തിനായിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല പപ്പടത്തിൻ്റെയും പഴത്തിൻ്റെയൊക്കെ കൂടെ നല്ല ചൂട് റവപ്പാവ് കഴിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും. ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുക. നമ്മുടെ റവപ്പാവ് റെഡി ആയിരിക്കും.